ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ പുതിയ ഫോണായ പോക്കോ X3യുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോക്കോയുടെ സ്പെസിഫിക്കേഷൻസ് പറയുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് റിയൽമി 7 Pro സീരീസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് 120 Hz സ്ക്രീൻ റിഫ്രഷ്മെൻറ്റാണ് റിയൽമി 7 നൽകിയത് എന്നാണ്. എന്നാൽ അതിലൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു. 120 Hz സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റിന് പകരം ടച്ച് സാമ്പിളിംഗ് റേറ്റാണ് നൽകിയിട്ടുള്ളത്. അത് ഞാൻ ആ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോക്കോ X3യുടെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ ഡിസൈൻ, ഈ ഫോണിൻ്റെ ഡിസൈൻ, അതായത് ഫുൾ ഡിസൈൻ വന്നിട്ടില്ല എങ്കിലും എങ്ങനെയായിരിക്കും ഡിസൈൻ എന്നുള്ളത് ഒരു ലീക്കിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഫോണിൻ്റെ ഫുൾ ഡിസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് ഫുള്ള്. സാധാരണ പോക്കോ ഫോണിനെ അപേക്ഷിച്ച് പോക്കോ എന്ന ബ്രാൻഡിങ് സെൻട്രലായിട്ട് കുറച്ച് വലുതായിട്ടാണ് ഈ ഫോൺ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 120 Hz സ്ക്രീൻ റിഫ്രഷ്മെൻറ്റ് റേറ്റും ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രൊസസ്സറാണ്. പോക്കോ X2 സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രൊസസ്സർ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ അതിലും മികച്ച പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ പ്രതീക്ഷിക്കാം. അതായത് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കാം. ക്യാമറ റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 64 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, പിന്നെ 2 MP ഡെപ്ത് സെൻസർ. എന്നിങ്ങനെയാണ് ക്യാമറ കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം കൺഫേംഡ് അല്ല. അതായത് സിംഗിൾ ക്യാമറ ആണോ അല്ലെങ്കിൽ ഡുവൽ ക്യാമറ ആണോ, അത് പിന്നെ എത്ര മെഗാപിക്സലാണ് എന്നുള്ളതൊന്നും കൺഫേംഡ് ആയിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കാം. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5160 mAh ഒരു പവർഫുൾ ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അതായത് ഷവോമിയുടെ സാധാരണ ഫോണിലൊക്കെ വന്നിരുന്നത് 5020 mAh ബാറ്ററി ആയിരുന്നു. എന്നാൽ ഇതിലൊരു ചെറിയ വ്യത്യാസം എന്ന രീതിയിലാണ് 5160 mAh ബാറ്ററി. അത് നമുക്കൊരു വലിയ വ്യത്യാസമായിട്ടും കണക്കാക്കാൻ പറ്റില്ല. 5160 mAh ബാറ്ററിയുടെ കൂടെ തന്നെ ഈ ഫോണിൽ ചാർജറായിട്ട് 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. അതായത് നമ്മൾ പോക്കോ M2 Proയിലും റെഡ്മി നോട്ട് 9 Pro മാക്സിലും കണ്ട അതേ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. ഈ ഫോൺ റിയൽമിക്ക് ഒരു കോമ്പറ്റീറ്റർ, അതായത് റിയൽമി 7 Pro എന്ന് പറഞ്ഞ മൊബൈൽ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിയൽമി 7 Pro സെപ്റ്റംബർ 3 ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോൺ സെപ്റ്റംബർ 8 ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫോണിൽ 5G സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിയൽമി 7 Pro സെയിം പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സർ വെച്ചിട്ട് 4G സപ്പോർട്ട് മാത്രം നൽകിയപ്പോൾ ഈ ഫോണിൽ 5G സപ്പോർട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ 4G ആയിരിക്കും. ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് റിയർ സൈഡിൽ നമുക്ക് ലീക്കായി കിട്ടിയ ഡിസൈനിൽ റിയർ സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാനില്ല. ചിലപ്പോൾ സൈഡിലായിരിക്കും, ചിലപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റിയർ ക്യാമറ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുവരെ ഷാമി ഫോണൊന്നും കാണാത്ത ഒരു വെറൈറ്റി ഡിസൈനിലാണ്. അതായത് ഒരു ട്രിപ്പിൾ ക്യാമറ, പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഫ്ലാഷ്, പിന്നെ അതിൻ്റെ താഴെയാണ് ക്വാഡ് ക്യാമറ വരുന്നത്, അതായത് 4ാമത്തെ ക്യാമറ വരുന്നത്. അങ്ങനെ ഒരു ഡിസൈനിലാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ റെഡ്മി നോട്ട് സീരീസിലെ അടുത്ത ഫോണായ റെഡ്മി നോട്ട് 10 പറ്റി പല ലീക്കുകളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത്